വിവാദങ്ങളിൽ വിറങ്ങലിച്ച് താരസംഘടന. അമ്മയിലെ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചു. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു. പാവയാകാൻ തന്നെ കിട്ടില്ലെന്നും തനിക്ക് വ്യക്തിത്വമുണ്ടെന്നും ശ്വേത പ്രതികരിച്ചു. കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കും. അതേസമയം അമ്മ അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിക്കാൻ ചർച്ചയ്ക്ക് ജഗദീഷിനെ ചുമതലപ്പെടുത്തി. ഗണേഷ് കുമാറിനെ ചുമതല ഏൽപ്പിക്കാനാണ് നീക്കം. കമ്മിറ്റിയിൽ അംഗമാകാമെന്ന് പിഷാരടി പ്രതികരിച്ചു. വിവാദങ്ങളിൽ പ്രതികരിക്കാതെ സിദ്ദിഖ് യോഗസ്ഥലത്തിൽ നിന്നും മടങ്ങി. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ശ്വേത ഉൾപ്പെടെ 17 ഭാരവാഹികളാണ് രാജിവെച്ചത്. പ്രാഥമിക അംഗത്വം പോലും ഒഴിയുന്നതായാണ് ശ്വേത പ്രഖ്യാപിച്ചതൊപ്പം വലിയ വിമർശനം തന്നെയാണ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതിയും ചില അംഗങ്ങൾക്കെതിരെ ശ്വേത ഉന്നയിച്ചത്. തന്നെ തകർക്കാൻ, തന്റെ കൂടെയുള്ളവരെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തി എന്നതുള്ള അടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങളൊപ്പം അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രമേശ് പിഷാരടി അധ്യക്ഷനായിട്ടുള്ള കൺവീനറായിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചു. 9 പേർ ഈ കമ്മിറ്റിയിൽ അടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ അംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ ചർച്ചകൾക്ക് വേണ്ടി ജഗദീഷിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ചർച്ച പൂർത്തിയാക്കി ഇപ്പോൾ രമേശ് പിഷാരടി അധ്യക്ഷനായിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപം കൊടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ 4 മാസത്തേക്കാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തുടരാനുള്ള സാധ്യതയും കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ശ്വേതാ മേനോൻ കടുത്ത വിമർശനമാണ് ബാബുരാജ്, സിദ്ദിഖ്, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു അടക്കമുള്ളവരുമായി ഇടവേള ബാബു അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. കുറ്റാരോപിതരിലേക്ക് സംഘടനയുടെ നേതൃത്വം വീണ്ടും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തനിക്കെതിരെ ഒരു വലിയ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉയർന്നു വന്ന വിമർശനങ്ങളെല്ലാം തന്നെ ഇത് തന്നെയായിരുന്നു. തൻ്റെ ഭരണസമിതിയുടെ കാലത്ത് കണക്കുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ബാബുരാജ് അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടായിരുന്നപ്പോഴുള്ള കണക്കുകളിലാണ് അപാകതയുള്ളത്. അതിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്നടക്കമാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. പക്ഷേ അതിന് പിന്നാലെ പുറത്തിറങ്ങിയ ബാബുരാജ് ശ്വേതാ മേനോനെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. പ്രധാനമായും കണക്കുകളിൽ അവ്യക്തത തുടരുന്നു. ഏതാണ്ട് 67 ലക്ഷം രൂപയുടെ കണക്കുകൾ അവ്യക്തമായി തുടരുന്നു എന്നുള്ളതാണ് ബാബുരാജ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ അമ്മ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശ്വേതാ മേനോൻ ഇരുന്നിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ വനിതകൾ പരാതിയുമായി രംഗത്തെത്തിയത്. അൻസിബ അടക്കമുള്ളവരുടെ പരാതി കേൾക്കാൻ അമ്മ പ്രസിഡന്റ് കഴിഞ്ഞില്ല. ഈ സ്ത്രീകളുടെ പരാതി അടക്കം കേൾക്കാൻ ശ്വേതയ്ക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സംഘടനയെ നയിക്കാനാവുക എന്നാണ് ചോദിച്ചത്. ഒപ്പം തന്നെ കുറ്റാരോപിതരിലേക്ക് സംഘടനയുടെ നേതൃത്വം കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണത്തിന് ആരും കുറ്റാരോപിതരായിട്ടില്ലെന്നും ഒപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും ഏത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം എന്നുള്ള കാര്യമാണ് എന്ന വാദമാണ് ബാബുരാജ് ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഏതൊരു വിഷയം ഉയർന്നു വരുമ്പോഴും വനിതാ കാർഡ് ഇറക്കി കളിക്കുകയാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്നു. അതൊരിക്കലും ഇനി വില പോകാൻ കഴിയില്ല. ആ വനിതാ കാർഡിനെ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ യോഗത്തിൽ എന്നുള്ളതാണ് സത്യം പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അത് അട്ടിമറിച്ചു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്വേതാ മേനോൻ മറ്റു ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ സ്ഥലത്തേക്ക് തന്നെ അടുപ്പിക്കാതെ തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി പകരം ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടിയിപ്പിക്കാൻ കഴിഞ്ഞു. തങ്ങൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു ധാരണ പോലും നൽകിയിരുന്നില്ല. ഈ പ്രമേയം സംബന്ധിച്ച് അവിശ്വാസം സംബന്ധിച്ച് യാതൊരു അറിയിപ്പ് പോലും ലഭിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ട്രഷറർ തങ്ങളെ അറിയിക്കാതെ, കമ്മിറ്റി അറിയിക്കാതെ ഓടിപ്പോയി എന്നടക്കമുള്ള ആരോപണങ്ങളും ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കുറ്റാരോപിതനായ ഒരു ട്രഷറർ നൽകേണ്ട കണക്കാണോ താരങ്ങൾക്ക് മുമ്പിൽ ഈ
ജനറൽ ബോഡിക്ക് മുമ്പിൽ വെക്കേണ്ടത് എന്നുള്ള ചോദ്യവും ശ്വേതാ മേനോൻ ഉന്നയിച്ചിരുന്നു. ഏതായാലും ശ്വേതാ മേനോന് ഈ ശക്തമായിട്ടുള്ള മറുപടി നൽകാൻ ബാബുരാജ് പിന്നീട് രംഗത്തെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് ചിലർ എത്തുകയും ചെയ്തു. മല്ലിക സുകുമാരനും അതുപോലെ തന്നെ അനൂപ് ചന്ദ്രനടക്കം ശ്വേതാ മേനോനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പരിചയക്കുറവിന് ഒരവസരം കൂടി നൽകാമായിരുന്നു. ഒരു തിരുത്തേണ്ട ഒരു അധ്യാപകന്റെ റോളായിരുന്നു ജനറൽ ബോഡിക്ക് ഉണ്ടാവേണ്ടിയിരുന്നത്. അഡോക് കമ്മിറ്റിയിലേക്ക് നീങ്ങാതെ ഈ നിലവിലെ കമ്മിറ്റി തന്നെ തുടരാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. ഒപ്പം തന്നെ കുറ്റാരോപിതരിലേക്ക് നേതൃത്വം പോകാതിരിക്കാൻ എല്ലാവരും ജാഗരൂകരാവണമെന്നുള്ളൊരു കാര്യമാണ് അനൂപ് ചന്ദ്രൻ ഉന്നയിച്ചത്. അത്തരത്തിൽ ഇരു വിഭാഗത്തിനും പിന്തുണച്ചുകൊണ്ടും അതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ടും താരങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യോഗം കഴിഞ്ഞ് താരങ്ങൾ ഓരോരുത്തരായി പുറത്തിറങ്ങുകയാണ്. ഏതാണ്ട് കുറച്ച് മാസങ്ങളായി അമ്മ താരസംഘടനയ്ക്കകത്ത് ഉരുത്തിരിഞ്ഞു വന്നിരുന്ന പലവിധ പ്രശ്നങ്ങൾ ആകെ കൂടി പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അതിന് ഏറ്റവും വഴിമരുന്നിട്ടത് ഈ വരവ് ചിലവ് കണക്കുകളിലെ അവ്യക്തത തന്നെയാണ്. അത് ശ്വേതാ മേനോൻ നയിക്കുന്ന ഭരണസമിതിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷകളോടെ വന്ന ഒരു വനിതകൾ നയിക്കുന്ന നേതൃത്വം, അമ്മയുടെ നേതൃത്വം ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറി. ശ്വേതാ മേനോനടക്കം പ്രസിഡന്റ് ശ്വേതാ മേനോനടക്കം 17 ഭാരവാഹികളും രാജിവെച്ചു. ഇപ്പോൾ രമേശ് പിഷാരടി അധ്യക്ഷനാക്കി അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. 4 മാസത്തേക്കാണ് ഈ താൽക്കാലിക കമ്മിറ്റിയുടെ ചുമതല. മിഥുനയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.